ഹലോ ഗായ്സ്, ഞാൻ ഈ റെഡിയായി നിൽക്കുന്നത് ഇന്ന് നമ്മൾ 4 പേരും കൂടി ഒന്ന് പുറത്ത് പോവുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് കരുനാപ്പള്ളിലോട്ടാണ്. അമ്മയ്ക്കാണ് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് കരുനാപ്പള്ളി കയറിയിട്ട് പിന്നെ നമ്മൾ പോകുന്നത് അമ്മയുടെ വീട്ടിലോട്ടാണ്, അമ്മമ്മ വീട്ടിലോട്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ പ്ലാൻ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടുന്ന് വലത്തോട്ട് പോയ കരുനാപ്പള്ളി, ഇടത്തോട്ട് പോയ അമ്മമ്മയുടെ വീട്ടിലോട്ട്. പക്ഷേ വണ്ടി തിരിച്ചതേ ഇടത്തോട്ട്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പപ്പ പറയുന്നത് ഇന്ന് സൺഡേ അല്ലേ, കടയിലൊക്കെ നല്ല തിരക്കായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഇന്ന് അമ്മമ്മ വീട്ടിൽ പോയിട്ട് പിന്നെ ഒരു ദിവസം സാധനങ്ങൾ വാങ്ങാൻ പോവാന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഇത്രയും സമയം റെഡി ആയതൊക്കെ വെറുതെ ആയി പോയല്ലോ. എന്നാലും ഈ അമ്മമ്മ വീട്ടിൽ പോകുന്നത് ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. കാരണം നമുക്കെല്ലാവർക്കും ഈ അമ്മ വീട് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീൽ അല്ലേ. മാത്രമല്ല എൻ്റെ കുട്ടിക്കാലം കൂടുതലും അവിടെയായിരുന്നു. ആദ്യം നമ്മൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ള പമ്പല്ല കേട്ടോ. കുറച്ചു ദൂരം ഫ്രണ്ടിലോട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം പപ്പയ്ക്ക് എവിടുന്ന് പെട്രോൾ അടിച്ചാലേ തൃപ്തിയാകും. അതുകൊണ്ടാണ് ഇത്രയും ദൂരം ഓടി വന്ന് പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു പോയത്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ കേക്ക് വേൾഡിൽ കയറിയിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരം ആയതുകൊണ്ട് ചായക്ക് കടി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചു. അമ്മതേ അതിൻ്റെ ഇടയ്ക്ക് ഋതുട്ടനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും പപ്പ വന്നു സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ കുറച്ച് സമയം ഞാൻ ഋതുവിനെ പിടിച്ചുകൊണ്ടിരുന്നേ. ആള് പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ രസിച്ചിരിക്കുകയാണ്. ആളിതിൻ്റെ ഇടയ്ക്ക് വെച്ചൊന്ന് ചിണുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ഋതു ഓക്കെ ആയിട്ടോ. കുറച്ച് സമയം ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി. സത്യം പറഞ്ഞാൽ ഞാൻ ലൈസൻസ് എടുത്തിട്ട് 4 വർഷം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഒറ്റയ്ക്ക് ഓടിക്കാൻ എനിക്ക് പേടിയാണ്. ആരെങ്കിലും കൂടി ഇരുന്നാലേ എനിക്ക് ആ ധൈര്യം വരുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ലൈസൻസ് എടുത്താൽ നമ്മൾ ഇടയ്ക്ക് വണ്ടി എടുക്കണം, ഓടിക്കാതിരിക്കരുത്. ഇത് ഈ സ്ഥലം എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ആ വയലിൻ്റെ നടുക്ക് കാണുന്ന അമ്പലമാണ് മാടൻ നട. ഫോട്ടോഷൂട്ടിനും വീഡിയോസിനും ഒക്കെ പറ്റിയ ഒരു ഇടം കൂടിയാണ് കേട്ടോ. ഈ സ്ഥലമൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളാണ് കേട്ടോ. പണ്ടൊക്കെ അപ്പാപ്പൻ്റെ കൈ പിടിച്ചായിരുന്നു ഉത്സവം കാണാൻ വരുന്നത്. പോകുന്ന വഴിക്കൊക്കെ ദേ ഇങ്ങനെ തോരണം വെച്ച് അലങ്കരിച്ചൊക്കെ ഇട്ടേക്കുന്നത് കാണാം. ഇവിടുത്തെ അമ്പലത്തിൽ പറയിടിയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ഇതൊക്കെ. പറയിടിയിൽ എന്ന് വെച്ചാൽ ദേവി നാട് കാണാൻ ഇറങ്ങുന്നത്, അതിനെയാണ് കേട്ടോ പറയിടിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ദേവിയെ വരവേൽക്കാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാർ ഒരുക്കിയതാണ് കേട്ടോ ഇതൊക്കെ. പറയിടിയിലൊക്കെ കഴിഞ്ഞ് ദേവി തിരിച്ചു പോകുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസം ഇവിടുത്തുകാർക്ക് ഉത്സവം പോലെയാണ്. ദേവീനെ പറഞ്ഞയക്കലും ഒക്കെ. പക്ഷെ ഇന്ന് പറ ഇറങ്ങുന്നത് അമ്മാമ്മ വീട്ടിലോട്ടൊക്കെ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അറിയാതെയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ഞങ്ങൾ വന്നതും തൊട്ടടുത്ത വീട്ടിൽ പറ നടക്കുന്നു. അടുത്തത് അമ്മാമ്മ വീട്ടിലോട്ടാണ്. അറിയാതെ വന്നതാണ്, എന്നാലും ഞങ്ങൾക്കും പറയിടാൻ പറ്റി. ഇത്തിരി കൂടി താമസിച്ചായിരുന്നെങ്കിൽ അത് മിസ്സായി പോയേനെ. ദേ ഈ ഇരിക്കുന്നത് അമ്മാമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പുറത്ത് തന്നെയാണ് വീട്. അപ്പോൾ അപ്പുറത്ത് അമ്പുലിപ്പറ നടക്കുന്നുണ്ട്. അതിൻ്റെ പങ്കുമായിട്ട് വന്നതാ തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു വടയെടുത്ത് ദേ എനിക്ക് നീട്ടി കേട്ടോ. അപ്പോഴത്തേക്കും ദേ ഭഗവതി ഇങ്ങ് വന്നു. മാമനാണ് കേട്ടോ അവിടുന്ന് പറയിട്ടത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ചു. പിന്നെ കുഞ്ഞമ്മയ്ക്കും പറയുണ്ടായിരുന്നു, അത് അമ്മാമ്മയാണ് കേട്ടോ ഇട്ടത്. മൊത്തത്തിൽ 7-8 പറ ഉണ്ടായിരുന്നേ. ഈ പറ എല്ലാം കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നത്. ഈ ഉത്സവ സീസണിൽ ആദ്യത്തെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ ദേ ഈ അമ്പലത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. ജനുവരി 18-നാട്ടോ ഇവിടുത്തെ ഉത്സവം. അങ്ങനെ പറയൊക്കെ കഴിഞ്ഞ് ദേവി ദേ അനുഗ്രഹിച്ചിട്ട് പോവാണ് കേട്ടോ. ദേ ആ ഓടുന്നത് എൻ്റെ മാമയാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലും കൂടി പറ കാണാൻ പോവാണ്. അപ്പോൾ അമ്മാവൻ പറയാണ്, പറയിടേണ്ട ആ സമയത്ത് തന്നെ ദേവിയായിട്ട് ഞങ്ങളെ കൊണ്ട് എത്തിച്ചതാണ്. അപ്പോഴത്തേക്കും കുഞ്ഞമ്മാമ ദേ ഇവിടെ വടയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി വെക്കുന്നുണ്ട് എല്ലാവർക്കും. എന്നിട്ട് പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ പോയിട്ടോ. അപ്പോഴത്തേക്ക് മാമൻ ദേ ഋതുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അവള് നല്ല ഉറക്കം. ഇവിടെ നടന്നതൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ഋതു ഈ സൗണ്ടൊക്കെ കേട്ട് നന്നായിട്ട് കരയുമെന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ നേരെ തിരിച്ചായിരുന്നു. പുള്ളിക്കാരി നല്ല ഉറക്കം. ആന കുത്തിയാലും എണീക്കത്തില്ല എന്നുള്ള അവസ്ഥയായി. പിന്നെ അമ്മാമ്മ കുറച്ച് സമയം എടുത്ത് മടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അമ്മാമ്മയ്ക്ക് ഭയങ്കര പരാതിയായിരുന്നു, ഋതു വലുതാവുന്നില്ല എന്നും പറഞ്ഞ് എപ്പോഴും ഒരേപോലെ ഇരിക്കുവാണെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, എങ്ങനെയുണ്ട് അമ്മാമ്മ, ഇപ്പം കണ്ടിട്ട് വല്ല മാറ്റവും തോന്നുന്നുണ്ടോയെന്ന്. അപ്പം അമ്മാമ്മ പറയാം, ഇച്ചിരി ഒന്നും മിനിങ്ങി. അമ്മാമ്മ കുറേ നാളായി ഋതുവിനെ കണ്ടിട്ട്. ലാസ്റ്റ് 28-ന് കണ്ടയാണ്. പിന്നെ അമ്മാമ്മയ്ക്ക് പനിയൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് വരാനും പറ്റിയില്ല. അപ്പോൾ ഇപ്പൊ കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് നല്ല സന്തോഷമായിട്ടോ. പിന്നെ മിറർ കണ്ടോ നമ്മൾ വിടൂലല്ലോ, കുറച്ച് സമയം അതിന്റെ മുന്നിലായി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പോഴത്തേക്കും പറയൊക്കെ കണ്ടിട്ട് ദേ മാമി ഇങ്ങ് വന്നു. പിന്നെ കത്തിച്ചു വെച്ച വിളക്കൊന്നും എടുത്തു വെച്ചില്ലല്ലോ, പിന്നെ അതൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അൻപൊലിപ്പറ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ പങ്ക് ആ വീട്ടിലെ കൊച്ചു ദേ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഞങ്ങൾ അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴത്തേക്ക് ദേ അപ്പുറത്തെ വീട്ടിൽ അപ്പാമ്മ വന്നിട്ടുണ്ടായിരുന്നേ കുഞ്ഞിനെ കാണാൻ. കുഞ്ഞിലെ ഞങ്ങൾ ഒരുപാട് എടുത്തുകൊണ്ട് നടന്ന ആളാണ്. അപ്പോൾ വന്നിട്ട് അച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്നെ മനസ്സിലായോ, ഞാൻ അപ്പുറത്ത് താമസിക്കുന്നതാണെന്നൊക്കെ.
അപ്പോഴത്തേക്ക് ഋതു എണീറ്റിട്ടുണ്ടായിരുന്നേ. എണീറ്റ് കഴിഞ്ഞ് പിന്നെ ഉറങ്ങാനുള്ള മൂടാണെന്നാ തോന്നുന്നത്. പിന്നെ അപ്പാമ്മയെ ഋതുവിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് എൻ്റെ അടുക്ക് ചോദിക്കുകയാണ് എന്താ കുഞ്ഞിന് പേരൊക്കെ ഇട്ടേക്കുന്നതെന്ന്. അങ്ങനെ പിന്നെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അമ്മാമ്മ അപ്പോഴത്തേക്കും ചായ ഇടാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേനും ഇവിടെ അതേ 3 പേരും കൂടെ സമ്മേളനം തുടങ്ങി കേട്ടോ. പിന്നെ അപ്പാമ്മ പോവാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മാമ്മ ഓടി വന്ന് പറയുക പോവല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. ഋതു അപ്പോഴത്തേക്കും മാമൻ്റെ കയ്യിൽ ചെന്നേ. ഇതേ അപ്പോൾ കുഞ്ഞിനെ കാണാൻ അടുത്ത ആൾക്കാരും വന്നേ. ഈ വന്നിരിക്കുന്നത് അപ്പാമ്മയുടെ മരുമോളാണ്. അപ്പോഴത്തേക്കും എൻ്റെ ചായ വന്നിട്ടുണ്ടായിരുന്നു. ഈ അമ്മ ദേ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ കുഞ്ഞിന് കണ്ണും പിരിവൊക്കെ എഴുതി കൊടുക്കാറുണ്ടോ? ഈ പെണ്ണ് കുഞ്ഞിന് കണ്ണും പിരിവൊന്നും വരയ്ക്കാറില്ല. അത് നമ്മുടെ അടുത്ത് ഡോക്ടർ പറയുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മുടെ അടുക്ക് ഡോക്ടർ പറയുന്നത് കുഞ്ഞിന് ഇപ്പോഴേ കണ്ണും പിരിവൊന്നും എഴുതരുതെന്നാണ്. പക്ഷേ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ അത് ഇവർക്ക് മനസ്സിലാകാനും പോകുന്നില്ല. ഇവിടെ മാമനും മാമിയും കൂടെ കുഞ്ഞിനെ ഇട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. മാമി പറയുന്നത് ഋതു എന്നെപ്പോലെ ഇരിക്കുകയാണെന്ന്, പക്ഷെ മാമൻ പറയുന്നത് ഏട്ടനെ പോലെ ഇരിക്കുകയാണെന്ന്. സമയം ഏകദേശം ഇരുട്ടി ഇട്ടോ. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാറായി. ഇനി ഉത്സവത്തിന് കാണാന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്കെല്ലാം ലൈറ്റ് ആയിരുന്നു കേട്ടോ ഈ പറയനെ സ്വീകരിക്കാനായിട്ട്. പറയൊക്കെ തീർന്ന് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ഉത്സവം. ഇവിടുത്തുകാരുടെ ഏറ്റവും വലിയ സന്തോഷ ദിവസമാണ് അമ്പലത്തിലെ ഉത്സവ ദിവസം. ഈ വീട്ടുകാരുടെ എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരും. എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ദിവസം കൂടിയാണ് കേട്ടോ അന്ന്. പോകുന്ന വഴിക്കെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് റോഡൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഋതു ദേ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.